ഹലോ. ഇപ്രാവശ്യത്തെ പുൽക്കൂട് ഇച്ചിരി വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ ഇപ്രാവശ്യം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുൽക്കൂടാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ തന്നെ റെഡിമെയ്ഡ് പുൽക്കൂടിൻ്റെ സെറ്റ് വാങ്ങിച്ചിട്ട് വെക്കാമെന്നാണ് ആദ്യം വിചാരിച്ച് വെച്ചത്. പക്ഷേ ഇപ്രാവശ്യം ചേട്ടൻ പറഞ്ഞ് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് പെട്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ട് ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് പുൽക്കൂട് ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ സാധാ ഇവിടെ ചെരുപ്പിൻ്റെയൊക്കെ പെട്ടി, ഷൂവിൻ്റെയൊക്കെ പെട്ടിയൊക്കെ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് മറ്റേ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ പേപ്പർ ഒട്ടിച്ചിട്ട് അതും കൂടെ ഒട്ടിച്ചു കൊടുത്തു. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ തുണി വെച്ചിട്ട് ചെയ്യുന്നതായിരുന്നു ശരിക്കും നല്ലത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കി അതിനകത്ത് നമ്മൾ തുണി മുക്കിയിട്ട് ഇതുമേൽ ഒട്ടിക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടി ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഞങ്ങൾ പേപ്പറായിരുന്നു എടുത്തത്, അതുകൊണ്ട് അതിൻ്റെ ഒരു കട്ടി കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ പേപ്പറൊക്കെ ഒട്ടിച്ച് നല്ല അടിപൊളിയായിട്ട് എല്ലാ സ്ഥലത്തും പേപ്പറൊക്കെ ഒട്ടിച്ച്, പിന്നെ കുറച്ചൊക്കെ ആ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കുറച്ച് വെള്ളം പോലത്തെ സാധനമൊക്കെ അതിൻ്റെ പൊക്കത്തൊക്കെ കൂടി തേച്ചൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പരിപാടി അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഈ പ്ലാസ്റ്റർ പാരീസ് ഒട്ടിച്ചതിൻ്റെ പൊക്കത്തൂടെ പുട്ടിയുടെ പൊടി ഇച്ചിരി കലക്കിയിട്ട്, നമ്മുടെ വൈറ്റ് പുട്ടിയിൽ ആ പുട്ടി കലക്കിയിട്ട് അതിനും കൂടെ ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടെ കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ പേപ്പർ ആയതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് കട്ടി കുറഞ്ഞു പോയത്. നമ്മൾ തുണിയുടെ വെച്ചിട്ടായിരുന്നു ചെയ്തേച്ചെങ്കിൽ നല്ല കട്ടിക്ക് ഇരുന്നാനെ, അത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്താനെ. തെർമോക്കോൾ കൊണ്ടായിരുന്നു മേൽക്കൂരൊക്കെ ചെയ്തത്. അതേപോലെ തന്നെ ഒരു പഴയ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടെറസിൻ്റെ കുറച്ച് ഭാഗം ഇച്ചിരി പൊളിഞ്ഞ പോലത്തെ രീതിയിലുള്ള ഒരു ടെറസും ആക്കിയെടുത്തു. പുട്ടിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മേൽക്കൂരയിലോട്ട് തന്നെ പോയി. മേൽക്കൂരയിൽ നമുക്ക് ഓടിൻ്റെ പോലത്തെ പരിപാടികളൊക്കെ ചെയ്യണമല്ലോ. പണ്ടത്തെ വീടാകുമ്പോൾ ഓടിട്ട വീടായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ ഇവിടെയല്ല, അവിടെ ആണെങ്കിലും ചെറുതായിട്ടൊരു ഓടിൻ്റെ പോലത്തെ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. ഓടിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡ് പെട്ടി അതിനെ കട്ട് ചെയ്ത് പീസാക്കി എടുത്തതിന് ശേഷം അത് നമ്മുടെ പുട്ടിയുടെ അത് മുക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് എല്ലായിടത്തും കൊടുത്തു. അത് നല്ലോണം ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പൊക്കത്തോടെ ഈ പുട്ടിയുടെ ഇതിനെ ഒന്നും കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് നല്ലോണം സ്ട്രോങ് ആയിട്ട് അതും അവിടെ ഇരുന്നു. അങ്ങനെ ഓടിൻ്റെ പരിപാടികളും കഴിഞ്ഞു. പിന്നെ ജനാലും വാതിലുകളും അതുമൊക്കെ ചെറുതായിട്ട് പിടിപ്പിച്ചു. നമ്മുടെ ചോക്കോബാറിൻ്റെ ഒക്കെ സ്റ്റിക്ക് കൊണ്ടിട്ടാണ് കേട്ടോ ജനാലൊക്കെ ചെയ്തെടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പെയിൻ്റ് അടിയിലോട്ട് കടന്നു. പെയിൻ്റ് അടി നമ്മൾ ഈ കൊടുക്കുന്ന കളർ തന്നെ ആയിരുന്നില്ല ശരിക്കും റിസൾട്ടായിട്ട് വന്നത്. കാരണം ഈ കളറിന് മേളിൽ വേറെ കളറൊക്കെ കൂടി പെയിൻ്റ് അടിച്ചായിരുന്നു. പാറക്കല്ലിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പുട്ട് കൊണ്ട് തന്നെ നമ്മൾ പാറക്കല്ലിൻ്റെ പോലത്തെ ഷേപ്പിൽ ഇങ്ങനെ ചെയ്തു കൊടുത്തായിരുന്നു. അതിനുശേഷം മേൽക്കൂരൊക്കെ ആയിട്ടോ ഇവിടെ പഴയ ഒരു വുഡ് കിടപ്പുണ്ടായിരുന്നു, ഒരു MDFൻ്റെ ഒരു ഇത് കിടക്കുന്നുണ്ടായിരുന്നു. അത് തന്നെ കുറച്ച് നല്ലോണം പഴകിയതായതുകൊണ്ട് തന്നെ ഇച്ചിരി ദ്രവിച്ച ഭാഗം എടുത്തിട്ട് നമ്മൾ മേൽക്കൂരൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പീസ് ഇങ്ങനെ കിട്ടിയത് തന്നെ വളരെ ലക്കായിപ്പോയി. കാരണം ആ ഒരു പീസ് കൊണ്ട് തന്നെ നല്ലൊരു മേൽക്കൂര സെറ്റ് ചെയ്യാനും പറ്റി. അതേപോലെ തന്നെ നല്ലൊരു നാച്ചുറൽ ലുക്കും കിട്ടി. പണ്ടത്തെ ആ ഒരു വീടിൻ്റെ പോലത്തെ ഒരു ലുക്കും ഫിനിഷും കൂടെ കിട്ടി. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ പുൽക്കൂട്? എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ റെഡിമെയ്ഡ് പുൽക്കൂട് വാങ്ങിച്ച് ചെയ്യുന്നതിനേക്കാളും വളരെ വെറൈറ്റി ആയിട്ടുള്ള പുൽക്കൂടാണല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. എപ്പോഴും ചെയ്യുന്നതിനേക്കാളും വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റിയല്ലോ നമുക്ക്. അപ്പോൾ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ പുൽക്കൂട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൽ ഉണ്ണിശോയും മാതാവിനൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് മാത്രമേ സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.